ترغيب المحافظة على الصبح والعصر സുബ്ഹി നിസ്കാരവും അസ്ർ നിസ്കാരവും കാത്തുസൂക്ഷിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്നതിന്റെ പ്രാധാന്യം നൽകുന്ന ഹദീസുകളാണ്. ഈ വർഷത്തിലെ അടുത്ത ഹദീസ് وعن أبي بكر رضي الله عنه قال رسول الله صلى الله عليه وسلم من صلى الصبح في جماعة فهو في ذمة الله فمن أخبر ذمة الله كبه الله في النار بوجهه. ആരാണോ ഫജ്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, സംരക്ഷണത്തിലാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ സംരക്ഷണം, ആ അഹദ് അതിനെ തകർക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ കരാറുള്ള ഒരാളെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ കബ്ബഹുല്ലാഹു ഫിന്നാരി ലിവജ്ഹിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മുഖം കുത്തിയ നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹദീസിന്റെ അതേ ആശയങ്ങളാണ്. അതായത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുള്ള ആളെന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് അഹദുള്ള കരാറുള്ള ഒരാളാണ്. അവനെ സംരക്ഷിക്കുമെന്നത് അള്ളാഹുവിന്റെ വാക്കാണ്. അങ്ങനെയുള്ള ഒരാളെ വാക്കുകൊണ്ടാവട്ടെ പ്രവർത്തനം കൊണ്ടാവട്ടെ വേറെ ഏതെങ്കിലും രീതിയിൽ നാം ഉപദ്രവിക്കുകയാണ് എങ്കിൽ അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് എന്ത് നേരിടേണ്ടി വരും? അതിന്റെ ശിക്ഷ. അതാണ് പറഞ്ഞത്, അല്ലാഹു തആല അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന്. അപ്പോൾ ഗൗരവമുള്ള ഒരു കാര്യമാണ്. وعن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال ابن عمر رضي الله عنه ذكرنا حديث النبي صلى الله عليه وسلم പറഞ്ഞു من صلى الصبح فهو في ذمة الله تبارك وتعالى. ആരാണോ സുബ്ഹി നിസ്കരിക്കുന്നത് അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്. فلا تخبر الله تبارك وتعالى في ذمته. അള്ളാഹു സംരക്ഷണമേകിയിട്ടുള്ള വിഷയത്തിന്റെ മേലിൽ അള്ളാഹുവിനോട് ആ കരാറിനെതിരായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യരുത്. فإنه من أخبر ذمته طلبه الله تبارك وتعالى. അള്ളാഹു സംരക്ഷണം നൽകിയിട്ട് ഒരാളെ ഏതെങ്കിലും രീതിയിൽ അത് പരിഗണിക്കാതെ അവൻ ഉപദ്രവിക്കുക മറ്റോ ചെയ്യുകയാണെങ്കിൽ അവനെ അല്ലാഹു തആല പിടികൂടുന്നതാണ്. ഹത്താ യകുബ്ബഹു അലാ വജ്ഹിഹി, മുഖം കുത്തിയ അവസ്ഥയിൽ അവനെ നരകത്തിലേക്ക് എറിയുന്നത് വരെ എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഗൗരവമുള്ള വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഹദീസിന്റെ വേറെ റിവായത്തിൽ മൻ സല്ല സുബ്ഹ കാന ഫീ ജിവാരില്ലാഹി യൗമഹു, ആരെങ്കിലും ഫജ്ർ നിസ്കരിച്ചാൽ അന്നവൻ അല്ലാഹുവിന്റെ സമീപത്തിലായിക്കൊണ്ട് സംരക്ഷണത്തിലായിക്കൊണ്ടുള്ള അള്ളാഹുവിനെ രക്ഷ ലഭിക്കുന്ന ആളായിരിക്കും എന്നൊരു റിവായത്തുണ്ട്. ഇത് ഉദ്ധരിക്കുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ കാണാം. അതായത് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് സാലിബ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമറാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ മകനായ സാലിബ് റഹിമഹുല്ലാ ഉദ്ധരിക്കാനുള്ള സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഹജ്ജാജ് ബിൻ യൂസുഫ് ഭരിക്കുന്ന കാലത്ത്, അമീറായിരുന്ന കാലത്ത് കുറച്ച് ആളുകൾ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കാൻ സഹായിച്ച ആളുകളാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, ഖലീഫയെ വധിച്ചതിന് സഹായിച്ച ആളുകളാണ്, കൊണ്ട് വധശിക്ഷ നടപ്പിലാക്കണം എന്ന നിലയ്ക്ക് ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരു വാളെടുത്തുകൊണ്ട് സാലിബ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിനെ കൊണ്ട് പറഞ്ഞു, അതിൽ ഒരാളെ കാണിച്ചിട്ട് അയാളെ കഴുത്ത് നീ വെട്ടിക്കൊള്ളുക, നീ വെട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ സാലിബ് ബിൻ അബ്ദുല്ലാഹ് വാളുമായി എത്തി അയാളുടെ അടുത്ത് ചോദിച്ചു, അസല്ലൈത സുബ്ഹ്, നീ സുബ്ഹ് നിസ്കരിച്ചവനാണോ എന്ന് ചോദിച്ചു. ഫഖാല റജുൽ, ആ വ്യക്തി പറഞ്ഞു നഅം, അതേ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അയാൾ വധിക്കാതെ പിൻവാങ്ങി വന്ന് ഹജ്ജാജിന് തിരിച്ചു വാള് കൊടുത്തു. ഹജ്ജാജ് ചോദിച്ചു, മാ മനഅക മിൻ ഖത്ലിഹി, അവനെ കൊല്ലാൻ എനിക്ക് എന്താണ് തടസ്സമായത് ചോദിച്ചു. അപ്പോൾ സാലിബ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹദ്ദസനി അബി അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ ഉപ്പ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എന്റെ ഉപ്പ കേട്ടിട്ടുണ്ട്, സുബ്ഹ് നിസ്കരിച്ചവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ ഫജ്ർ നിസ്കരിച്ച ഒരാളെ, അല്ലാഹു സംരക്ഷണം നൽകിയ ഒരാളെ കൊല്ലാൻ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ പിൻവാങ്ങുകയുണ്ടായി. പിന്നെ ഹജ്ജാജ് പോയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി, അൻത സമിഅത ഹാദാ മിൻ റസൂലില്ലാഹ്, നിങ്ങൾ ഇത് അല്ലാഹുവിന്റെ റസൂൽ എന്ന് കേട്ടതാണോ? അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു നഅം, അതേ എന്നുള്ളത്. അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. പൊതുവായിട്ടുള്ള മുസ്ലിമീങ്ങളുടെ ഫضലും മുഅ്മിനീങ്ങളുടെ ഫضലും നിസ്കാരം നിലനിർത്തുന്ന ആൾക്കാരുടെ ശ്രേഷ്ഠതയും, പ്രത്യേകിച്ചും കൃത്യമായി ഫജ്ർ നിസ്കരിക്കുന്ന ആളുകളെ അവരെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപദ്രവിക്കുകയാണ് എങ്കിൽ അതിന് പകരം, കാരണം അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഒരാളെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പകരം ചോദിക്കുക അള്ളാഹുവാണ്. ഗൗരവമുള്ള കാര്യമാണ്. അപ്പോ ആ നിസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു ആദരവെല്ലാം ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം.
وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أبو هريرة رضي الله عنه ذكرنا الحديث النبي صلى الله عليه وسلم പറഞ്ഞു يتعاقبون فيكم ملائكة بالليل وملائكة بالنهار നിങ്ങളിലേക്ക് തുടരെ ആയിക്കൊണ്ട് രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ അവർ ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി ഒരുമിക്കും. ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി നിങ്ങളിലേക്ക് ഫജ്ർ നിസ്കാരത്തിന്റെ സമയത്ത് അവർ ഒരുമിക്കും. അതായത് രാത്രിയുടെ മലക്കുകളും പകലിന്റെ മലക്കുകളും ഒരുമിച്ചുണ്ടാവും. വസ്സലാത്തിൽ അസ്ർ അസ്ർ നിസ്കാരത്തിലും അതായത് രാത്രിയുടെ മലക്കുകൾ പോകുന്നത് ഫജ്റിന്റെ സമയത്തായിരിക്കും, പകലിന്റെ മലക്കുകൾ വരുന്നത് ഫജ്റിന്റെ സമയത്തായിരിക്കും. അസ്റിന്റെ സമയത്ത് പകലിന്റെ മലക്കുകൾ പോവുകയും രാത്രിയുടെ മലക്കുകൾ വരുന്നതുമായ സമയം. അപ്പൊ ഈ രണ്ട് നിസ്കാരത്തിൽ ഈ രണ്ടു കൂട്ടം മലക്കുകൾ ഒരുമിക്കും. അങ്ങനെ ഫജ്റിന്റെ സമയത്ത് രാത്രിയിൽ ഉണ്ടായിരുന്ന മനുഷ്യരോടൊപ്പം ഉണ്ടാകുന്ന മലക്കുകൾ അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഉയർന്നു പോകുമ്പോൾ അവരുടെ റബ്ബ് അഥവാ അല്ലാഹു തആല അവരോട് ചോദിക്കും. അല്ലാഹുവിനാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. അടിമകളുടെ എല്ലാ കാര്യവും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അല്ലാഹുവാണ്. മലക്കുകളെയൊക്കെ അല്ലാഹുവിനെ അറിയാം. പക്ഷെ അല്ലാഹു തആല ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോയത് എന്ന് ചോദിക്കും. മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുമ്പോൾ നിസ്കരിക്കാൻ വദൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർ നിസ്കരിക്കാൻ, അഥവാ അസ്ർ നിസ്കരിക്കുന്ന സമയത്താണ്. ഈ രണ്ട് നിസ്കാരങ്ങളുടെ ഫദ്ലിനുള്ള ഒരു കാരണം കൂടിയാണെന്ത്, ഈ മലക്കുകൾ രാവിലെയും പകലിന്റെയും മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന സമയമാണെന്ന്. മറ്റൊരു വായത്തിൽ ഇതേ ഹദീസിന്റെ ആശയം تجتمع ملائكة الليل وملائكة النهار في صلاة الفجر وصلاة العصر. ഫജ്ർ നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലും രാവിലെയും പകലിന്റെയും മലക്കുകൾ ഒരുമിക്കും. فيجتمعون في صلاة الفجر وتصعد ملائكة الليل وتثبت ملائكة النهار. ഫജ്റിന്റെ സമയത്ത് രാത്രിയുടെ മലക്കുകൾ ഉയർന്നു പോവുകയും പകലിന്റെ മലക്കുകൾ അവിടെ വരികയും ചെയ്യും. ويجتمعون في صلاة العصر وتصعد ملائكة النهار وتثبت ملائكة الليل. അസ്റിന്റെ സമയത്താണെങ്കിൽ പകലിന്റെ മലക്കുകൾ ഉയർന്നു പോവുകയും രാത്രിയുടെ മലക്കുകൾ വരികയും ചെയ്യും. അല്ലാഹു തആല അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എങ്ങനെയാണ് എന്റെ അടിമകളെ വിട്ടുപോയത്? മലക്കുകൾ പറയും, അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുമ്പോഴും ഞങ്ങൾ പോരുമ്പോഴും എല്ലാം അവർ നിസ്കരിക്കുന്ന അവസ്ഥയിലാണ്. എന്നിട്ട് ആ മലക്കുകൾ പറയും, അവർക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണം, അന്ത്യനാളിൽ നീ പുറത്തു നൽകണമേ എന്നവർ അല്ലാഹുവിനോട് പറയുകയും ചെയ്യും എന്നും ഒരു വായത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് നിസ്കാരങ്ങളുടെ ഫോക്കല് ധാരാളമാണ്. എല്ലാ നിസ്കാരത്തിനും പ്രാധാന്യമുണ്ട്, പക്ഷെ ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പ്രത്യേകം ഫോക്കല് വരാൻ ഈ ഒരു കാരണമുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ഹദീസുകളുള്ള കാരണങ്ങളെല്ലാം അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ്. അടുത്ത ഫസ്ലിൽ വരുന്നത് ഫജ്ർ നിസ്കാരത്തിന് ശേഷവും അസ്ർ നിസ്കാരത്തിന് ശേഷവും പ്രത്യേകിച്ച് മുസല്ലയിൽ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ മസ്ജിദിൽ തന്നെ ഇരിക്കുന്നതിന്റെ ഫദ്ലുകൾ അറിയിക്കുന്ന ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.